ഇന്ന് ശനിയാഴ്ച, സമയം 7 മണി. ആഘോഷങ്ങൾക്ക് തുടക്കമാവുന്നു. അതെ, വിഷുവിൻ്റെ ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. പായസ വിതരണമാണ് ഇന്നത്തെ പ്രധാന ആഘോഷ പരിപാടി. കാണണ്ടേ? വിശേഷങ്ങൾ കേൾക്കണ്ടേ? വരൂ. ഈ പടകം പൊട്ടിക്കേണ്ട ഐതിഹ്യം എന്താ? പടകം പൊട്ടിക്കേണ്ട ഐതിഹ്യം എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്ക് വലിയ ധാരണയില്ല. പക്ഷെ വിഷുവിനെ പറ്റിയിട്ട് പറഞ്ഞാൽ ഒരു വിളവെടുപ്പ് കാലത്തിൻ്റെ ഒരു ആഘോഷ സൂചകമായിട്ടാണ് വിഷു ആഘോഷിക്കപ്പെടുന്നതെന്നാണ്. പിന്നെ ആ പുരാണങ്ങളും ഐതിഹ്യങ്ങളൊക്കെ പറയുന്നത് ഏതൊക്കെയോ രാവണാസുരന്മാരെയൊക്കെ നിഗ്രഹിച്ച് അങ്ങനെ എന്തൊക്കെയോ ചരിത്രങ്ങൾ അതും പറയുന്നുണ്ട്. നമുക്കിപ്പോൾ എന്തായാലും വിഷു ഒരു കണി വെക്കൽ, കുറച്ച് പടകം പൊട്ടിക്കൽ, ഇതേപോലെ ഒരു പായസമൊക്കെ ഉണ്ടാക്കി കുടിക്കൽ, സ്നേഹം പങ്കിടുക, അത്രയൊക്കെ തന്നെയുള്ളൂ. വിഷുവിനോടനുബന്ധിച്ച് സന്ദേശം ലഹരി മുമ്പൊക്കെ പാനീയങ്ങളായിട്ടും മറ്റു രൂപത്തിൽ, ഇപ്പം വളരെ കെമിക്കൽ രൂപത്തിലുള്ള സിന്തറ്റിക് രൂപത്തിലുള്ള ലഹരിക്ക് നമ്മൾക്ക് അറിയാനും കഴിയുന്നില്ല മക്കള് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നില്ലേ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടമാണിത്. പിന്നെ എല്ലാവർക്കും ഒക്കെ അറിയാം. ഇപ്പം നമ്മൾ പത്രം എടുത്ത് തുറന്ന് നോക്കിയാൽ വെറും ഇത് തന്നെയുള്ളൂ, ഇത്ര ഗ്രാം പിടിച്ച് എന്നൊക്കെ ഉള്ള. അപ്പോൾ അത് വ്യാപകമായ ബോധവൽക്കരണത്തിലൂടെയൊക്കെ തന്നെ ഇതിനെ നമുക്ക് മറികടക്കാൻ കഴിയുള്ളൂ. വിഷു ആഘോഷത്തിന്റെ ആദ്യ ദിവസം പായസവും, രണ്ടാം ദിവസം പലഹാരവും, മൂന്നാം ദിവസം വിഷുസദ്യക്ക് വിഷുസദ്യ ആവശ്യമുള്ള ആദ്യം കൈവെക്ക. കൂപ്പൺ തരുന്നതായിരിക്കും ഹോട്ടലിലേക്കുള്ളത്. വിഷുവിനോടനുബന്ധിച്ച് ഫസ്റ്റ് ഡേ പായസം വിതരണം, രണ്ടാം ദിവസം നെയ്യപ്പം, ഉണ്ണിയപ്പം, ചിപ്സും, മൂന്നാം ദിവസം സദ്യ. കൂപ്പൺ തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ പറയാ, ഹോട്ടലിലേക്ക് പോവാ. പായസം എങ്ങനെയുണ്ട്? ഇതിലെന്തൊക്കെ ചേരുവ? അല്ല, എവിടെ പായസം? എവിടെ പായസം കിട്ടിയില്ലേ? ആ ചേച്ചി എടുത്തിരുന്നില്ലേ? സ്നേഹത്തോടു കൂടി ഉണ്ടോ? താങ്ക് യു. ഇത് ഓക്കെ. ഷുഗർ കൂടുതലാണ്, അധികം കുടിക്കണ്ട. വിഷു അല്ലേ വരുന്ന മറ്റന്നാള്? വിഷുവിനെ പറ്റി എന്താ പറയാനുള്ളത്? 2 വാക്ക്. എല്ലാവർക്കും ആഘോഷിക്കാം. കണിയാണ് കാര്യമായിട്ട്, കണി വെക്കൽ, പിന്നെ സദ്യ കണ്ട. എത്ര മണിക്ക് തുടങ്ങും? ഞങ്ങള് നേരത്തെ ഒരു 3:45 ആകുമ്പോ കണി വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പടക്കം പൊട്ടിക്കും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അമ്പലത്തിൽ പോകും. അപ്പൊ എപ്പോഴാ വിഷു കൈനീട്ടം കൊടുക്കുക? കൈനീട്ടം കൊടുക്കല് കുടിച്ചൊക്കെ വന്നിട്ട്. നിങ്ങളെ വീട്ടിൽ അങ്ങനെ തന്നെയാണോ? അതെ. വല്ല മാറ്റങ്ങളുണ്ടോ? മാറ്റങ്ങളൊന്നും അതേപോലെ തന്നെ. ശരി. ഇന്ന് വിഷുവിനോടനുബന്ധിച്ച് പായസമൊക്കെ സപ്ലൈ ചെയ്തല്ലോ. എന്ത് തോന്നുന്നു മനസ്സിൽ? വളരെ സന്തോഷം തോന്നുന്നു. ഞങ്ങൾ പടകം പൊട്ടിച്ചിട്ട് സദ്യ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് കഴിക്കാറുള്ളത്. കുടുംബക്കാരെല്ലാവരും അഭിന്ന് പോകും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. രാവിലെ കണി വെക്കും. കണി വെച്ച് കഴിഞ്ഞാൽ പടകം പൊട്ടിക്കും. പടകം പൊട്ടിച്ചിട്ട് ഭക്ഷണം സദ്യ കഴിഞ്ഞ് സദ്യ ഉണ്ടാക്കുള്ളൂ ഞങ്ങളുടെ വീട്ടിലൊക്കെ. മറ്റേ നോൺ വെജ് ഉണ്ടാക്കും, അല്ല നോൺ വെജ് ഉണ്ടാക്കില്ല. വൈകുന്നേരം
വിരുന്നുകളും ടൂറൊക്കെ പോയി. ഈ വിഷുവിന് വിഷുക്കോടിയൊക്കെ എടുത്തോ? ഞങ്ങൾക്ക് പ്രാവശ്യം മാഷ അമ്മ മരിച്ചതിനെ കൊണ്ട് വിഷു ഇല്ല. ഈ പ്രാവശ്യം വിഷു ആഘോഷിക്കുന്നില്ല. പറയും. വിഷുക്കോടിയൊക്കെ എടുത്ത് പടക്കമൊക്കെ വാങ്ങി ഉഷാറാക്കി. ഇനിയിപ്പോൾ അതങ്ങോട്ട് പൊട്ടിച്ചാൽ മതി. വിഷുക്കോടി എന്താ മറ്റേ മലബാരി എന്താണ് കേരള സാരിയാണോ എന്താ? കേരള സാരി അല്ല, സാരി എടുത്ത് പിന്നെ മാക്സി എടുക്കും, കണി വെക്കും. കണി വെക്കും. ഈ കണി വെക്കുന്നത് കണിയിൽ എന്തൊക്കെ നിങ്ങള് എന്താണ് വിഭവങ്ങള്? ഫ്രൂട്ട്സ് ഉണ്ടാവും, ഫ്രൂട്ട്സ് വെക്കും, പിന്നെ നെയ്യപ്പം വെക്കും, പിന്നെ ഒരു അരിയൊക്കെ നിറച്ചിട്ട് ഒരു ഇത് വെക്കും, നിറച്ചപ്പ് വെക്കും, പിന്നെ കൃഷ്ണന് വെക്കും, പൈസ വെക്കും, കണിക്കൊന്ന, പിന്നെ എല്ലാ ഫ്രൂട്ട്സും വെക്കും. പിന്നെന്താണ് വാൽക്കണ്ണാടി, അങ്ങനെ പിന്നെ എന്താ പറയാ വിളക്ക് കിണ്ടി എല്ലാം എല്ലാ ഫലവർഗ്ഗങ്ങളും എല്ലാം കരിവെള്ളരി, കണിക്കൊന്ന, അങ്ങനെ എല്ലാം ഐശ്വര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു പ്രതീകം. എല്ലാ ഇതാ എന്താ പറയണ്ടേ? വിഷു ആശംസകൾ എല്ലാവർക്കും, എല്ലാവിധ വിഷു ആശംസകൾ. ഏത് ജോലി ചെയ്ത ഇത് പ്രബോധിക്കില്ല. പൈസ കൊടുച്ചോ? ഒരു വിഷുവിന് ഡിഫറെന്റ്